ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ഹീമോഫീലിയ അറിയാം, നേരിടാം. ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ ആഭിമുഖ്യത്തിലാണ് എല്ലാ വർഷവും ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം ആചരിക്കുന്നത്. 2026 ലോക ഹീമോഫീലിയ ദിനത്തിന്റെ പ്രമേയം രോഗനിർണയം പരിചരണത്തിലേക്കുള്ള ആദ്യപടി എന്നതാണ്. ലോകമെമ്പാടുമായി ഹീമോഫീലിയ ബാധിതരിൽ 75% പേർക്കും ഒരിക്കലും ഔപചാരിക രോഗനിർണയം ലഭിച്ചിട്ടില്ലെന്ന് WFH കണക്കാക്കുന്നു. രോഗനിർണയം കൂടാതെ അവർക്ക് ചികിത്സയോ പിന്തുണയോ പരിചരണമോ ലഭിക്കില്ല. ഇത് അവസ്ഥ കൂടുതൽ സങ്കീർണമാക്കുന്നു. ലോകത്ത് ധാരാളം പേർ ഹീമോഫീലിയ എന്ന അവസ്ഥ നേരിടുന്നുണ്ടെങ്കിലും ഈ രോഗാവസ്ഥയെപ്പറ്റി വ്യക്തമായ ധാരണ പലർക്കുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഹീമോഫീലിയ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ പരിചരണം, ചികിത്സ എന്നിവയെക്കുറിച്ചുമാണ് ഇന്നത്തെ വാർത്താ തരംഗിണി. ഒരു പാരമ്പര്യ രോഗമാണ് ഹീമോഫീലിയ. അനിയന്ത്രിതമായ രക്തസ്രാവമാണ് പ്രധാന ലക്ഷണം. രക്തം ശരിയായ രീതിയിൽ കട്ട പിടിക്കാത്ത അവസ്ഥയാണ് ഇതിന് കാരണം. ഇത് സ്വയമേവ രക്തസ്രാവം സംഭവിക്കാനും മുറിവ് അല്ലെങ്കിൽ ശസ്ത്രക്രിയ എന്നിവയെ തുടർന്നുണ്ടാകുന്ന രക്തസ്രാവം നിലയ്ക്കാതെ തുടരാനും കാരണമാവുന്നു. ഉദാഹരണത്തിന്, നഖം വെട്ടുമ്പോൾ വിരലൊന്ന് ചെറുതായി മുറിഞ്ഞെന്ന് കരുതുക. അതിൽ നിന്ന് രക്തം പൊടിഞ്ഞാലും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ രക്തം കട്ടപിടിച്ച് ക്രമേണ മുറിവ് ഉണങ്ങുകയാണ് സാധാരണ സംഭവിക്കുക. എന്നാൽ ഹീമോഫീലിയ രോഗബാധിതരിൽ ആ ചെറിയ മുറിവിൽ നിന്ന് പോലും രക്തം തുടർച്ചയായി നഷ്ടപ്പെട്ടേക്കാം. അതായത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഘടകങ്ങൾ ഇല്ലാത്തതിനാൽ ഇവരിൽ രക്തം കട്ടപിടിക്കുന്നില്ല. ഈ അവസ്ഥയാണ് ഹീമോഫീലിയ. മനുഷ്യരുടെ ശരീരത്തിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന 13 ഘടകങ്ങളാണുള്ളത്. ഇവയിൽ 8, 9 എന്നീ ഘടകങ്ങളുടെ പ്രവർത്തന വൈകല്യമാണ് ഹീമോഫീലിയ രോഗത്തിന് കാരണം. ഇതനുസരിച്ച് പ്രധാനമായും 2 തരം ഹീമോഫീലിയയുണ്ട്. ഹീമോഫീലിയ എ അഥവാ ക്ലാസിക് ഹീമോഫീലിയ എന്നത് രക്തം കട്ടപിടിക്കുന്ന ഘടകം 8ന്റെ അഭാവമോ കുറവോ മൂലം സംഭവിക്കുന്ന രോഗമാണ്. ഹീമോഫീലിയ ബി അഥവാ ക്രിസ്മസ് ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇനത്തിൽ ക്രിസ്മസ് ഘടകം എന്ന 9ാമത് രക്തം കട്ടപിടിക്കുന്ന ഘടകത്തിന്റെ അഭാവം മൂലമാണ് രോഗം സംഭവിക്കുന്നത്. ഹീമോഫീലിയ രോഗത്തെക്കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മെഡിസിൻ ആൻഡ് ഹെമറ്റോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശ്രീനാഥ്. എന്താണ് ഹീമോഫീലിയയുടെ പ്രധാന ലക്ഷണങ്ങൾ? സന്ധികളിലോട്ടുള്ള രക്തസ്രാവമാണ് പ്രധാനമായിട്ടും വരുന്നത്. പക്ഷേ ശരീരത്തിലെ മറ്റ് അവയവങ്ങളിലേക്കും രക്തസ്രാവം ഉണ്ടാവുകയും ചിലപ്പോൾ മരണം വരെ സംഭവിക്കുകയും ചെയ്യാം. ഇതിൽ നിന്ന് തന്നെ ഈ അസുഖം എത്രമാത്രം സീരിയസ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടിരിക്കുന്നു. ഇതിനെ 2 രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അതായത് രക്തസ്രാവം വരുന്നതിന് മുമ്പ് തന്നെ മരുന്നുകൾ നൽകി രക്തസ്രാവം തടയുക, അതായത് പ്രൊഫലാക്സിസ് എന്ന് പറയും. പിന്നീട് രക്തസ്രാവം വന്നു കഴിഞ്ഞ് ശരിയായ നിലയിൽ, ശരിയായ അളവിൽ, ശരിയായ ഡ്യൂറേഷനിലെ മരുന്നുകൾ നൽകി അത് തടയുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ പ്രധാന ലക്ഷ്യങ്ങളൊന്ന് രക്തസ്രാവം വരാതിരിക്കാനുള്ള ഉപാധികൾ ശരിയായ രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. വേൾഡ് ഹീമോഫീലിയ ഡേ ഏപ്രിൽ 17 നമ്മൾ ആഘോഷിക്കുമ്പം അതിൻ്റെ തീം ഡയഗ്നോസിസ്, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ദ കെയർ, അതായത് ശരിയായ രോഗനിർണയം ആണ് ചികിത്സയ്ക്കുള്ള ആദ്യത്തെ പടവ് എന്നുള്ളതാണ്. നമുക്കറിയാം, ലോകത്തിൽ ഈ അസുഖം മൂലം കഷ്ടപ്പെടുന്ന, ശരിയായ രീതിയിൽ കണ്ടുപിടിക്കാതെ, ശരിയായ രീതിയിൽ ചികിത്സ കിട്ടാത്ത ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഭാവിയിൽ ഇവർക്ക് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് തടയാനും പറ്റുന്നില്ല. അതുകൊണ്ട് ശരിയായ രീതിയിൽ ഈ അസുഖം കണ്ടുപിടിക്കുകയും അതുമൂലം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് തടയുകയും ചെയ്യുക. ലോകമെമ്പാടും ഹീമോഫീലിയ കണ്ടുപിടിക്കുന്നതിനുണ്ടാകുന്ന ലാബ് ടെസ്റ്റുകൾ എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ, ആക്സസ് ഉണ്ടാകുന്ന രീതിയിൽ സംവിധാനങ്ങൾ ഉണ്ടാക്കുക. ഗവൺമെൻറ്റുകളെയും ആരോഗ്യപരിപാലനം നൽകുന്ന സ്ഥാപനങ്ങളെയും ഇതിനായി എൻകറേജ് ചെയ്യുക. ശരിയായ നൂതന ചികിത്സാ സമ്പ്രദായങ്ങൾ ഇവർക്ക് കിട്ടുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. അതാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ ലക്ഷ്യങ്ങളൊന്ന്. ശ്രദ്ധിക്കുക, ഇത് നമുക്ക് തടയാൻ പറ്റുന്നതാണ്.
കണ്ടുപിടിച്ച് ശരിയായ ചികിത്സ നമുക്ക് നൽകിക്കഴിഞ്ഞാൽ ഈ ഹീമോഫീലിയ രോഗം ഉള്ളവർക്കും ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റും. അതാകട്ടെ നമ്മുടെ ലക്ഷ്യവും. രോഗബാധിതർ മഹാഭൂരിപക്ഷവും പുരുഷന്മാരാണ് എന്നതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത. 5000 പേരിൽ ഒരാൾക്ക് എന്ന കണക്കിൽ പുരുഷന്മാരിലാണ് ഇത് കണ്ടുവരുന്നത്. ഹീമോഫീലിയ ബിയേക്കാൾ ഹീമോഫീലിയ എ ഇനമാണ് കൂടുതലായും കാണപ്പെടുന്നത്. രക്തം കട്ടപിടിക്കുന്ന പ്രോട്ടീനുകൾക്ക് നിർദ്ദേശം നൽകുന്ന ജീനുകളിൽ സംഭവിക്കുന്ന മ്യൂട്ടേഷൻ തകരാർ മൂലമാണ് ഈ അവസ്ഥയുണ്ടാവുന്നത്. ജീനുകളിലെ ഈ അവസ്ഥ രക്തം കട്ടപിടിക്കൽ പ്രക്രിയയെ തന്നെ പൂർണ്ണമായും പ്രതികൂലമായി ബാധിക്കുന്നു. പാരമ്പര്യ ജനിതക രോഗമായ ഹീമോഫീലിയയ്ക്ക് പിന്നിലെ ജനിതക ശാസ്ത്രം വിശദമാക്കുന്നു കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ സുവോളജി വകുപ്പ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആര്യ നന്ദൻ. രക്തം കട്ടപിടിക്കാനുള്ള കഴിവിനെ ബാധിക്കുന്ന ഒരു ജനിതക വൈകല്യമാണ് ഹീമോഫീലിയ. ഹീമോഫീലിയയുള്ള ആളുകൾക്ക് ചെറിയ പരിക്കുകളിൽ നിന്ന് പോലും നീണ്ട രക്തസ്രാവം ഉണ്ടാകാം. രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ പ്രോട്ടീനുകളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് കാരണമായ പ്രത്യേക ജീനുകൾ പ്രവർത്തനരഹിതമാകുന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. ഹീമോഫീലിയയുടെ ജനിതക ശാസ്ത്രം മനസ്സിലാക്കാം. മനുഷ്യരിൽ ക്രോമസോമുകളുടെ എണ്ണം 46ആണ്. ഇതിൽ 22 ജോഡികൾ ഓട്ടോസോമുകളായും 1 ജോഡി ലിംഗ ക്രോമസോമുകളായും കാണപ്പെടുന്നു. സ്ത്രീകളിൽ ലിംഗ ക്രോമസോമുകൾ XXും പുരുഷന്മാർക്ക് അത് XYയുമാണ്. ഹീമോഫീലിയ ഒരു എക്സ് ലിങ്ക്ഡ് റെസസീവ് ജനറ്റിക് ഡിസോർഡർ ആണ്. അതായത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളായ ഫാക്ടർ 8ന്റെയും 9ന്റെയും ജീനുകൾ X ക്രോമസോമിലാണ് കാണപ്പെടുന്നത്. ഫാക്ടർ 8ന്റെ ജീനിനുണ്ടാകുന്ന ജനിതക വ്യത്യാസം മൂലം ഹീമോഫീലിയ എ ഉണ്ടാകുന്നു. ഫാക്ടർ 9ന്റെ ജീനിനുണ്ടാകുന്ന ജനിതക വ്യത്യാസം ഹീമോഫീലിയ ബിക്ക് കാരണമാകുന്നു. ജനിതക വ്യത്യാസം സംഭവിച്ച ജീനുകൾ X ക്രോമസോമിലൂടെ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഈ രോഗം വരാനുള്ള സാധ്യത പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യസ്ത തരത്തിലാണ്. പുരുഷന്മാർക്ക് ഒരു X ക്രോമസോമും ഒരു Y ക്രോമസോമുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അമ്മയിൽ നിന്ന് ലഭിക്കുന്ന X ക്രോമസോമിൽ ജനിതക വ്യത്യാസം വന്ന് പ്രവർത്തനരഹിതമായ ഫാക്ടർ 8ന്റെയോ 9ന്റെയോ ജീനുകൾ ഉണ്ടെങ്കിൽ ഹീമോഫീലിയ ഉണ്ടാകാനുള്ള സാധ്യത 100%. എന്തുകൊണ്ടെന്നാൽ Y ക്രോമസോമിൽ അതിനെ പരിഹരിക്കാൻ ജീൻ ഇല്ലാത്തതിനാൽ അവർ പൂർണ്ണമായും രോഗികളാകുന്നു. സ്ത്രീകൾക്ക് 2 X ക്രോമസോമുകളുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഹീമോഫീലിയയ്ക്ക് കാരണമായ പ്രവർത്തനരഹിതമായ ജീനുകൾ ലഭിച്ചാൽ മാത്രമേ സ്ത്രീകൾക്ക് ഹീമോഫീലിയ വരുന്നുള്ളൂ. ഏതെങ്കിലും ഒരു X ക്രോമസോമിലെ ജീനിന്റെ പ്രവർത്തനം നിലച്ചാലും രണ്ടാമത്തെ X ക്രോമസോമിലെ ജീൻ പ്രവർത്തന സജ്ജമായിരിക്കും. അതുകൊണ്ട് ഇവർക്ക് രോഗലക്ഷണങ്ങൾ സാധാരണയായി കാണപ്പെടുന്നില്ല. എന്നാൽ ഈ സ്ത്രീകൾ കാരിയേഴ്സ് അഥവാ രോഗവാഹകരായിരിക്കും. അടുത്ത തലമുറയിലേക്ക് അവർ ഈ ജീനുകൾ കൈമാറുകയും ചെയ്യും. രോഗവാഹകയായ അമ്മയ്ക്കും ആരോഗ്യവാനായ അച്ഛനും ജനിക്കുന്ന 25% ആൺമക്കൾക്കും രോഗം വരാം. അതുപോലെ തന്നെ 25% പെൺമക്കൾക്കും രോഗവാഹകരാകാനുള്ള സാധ്യതയും ഉണ്ട്. ആരോഗ്യവതിയായ അമ്മയ്ക്കും ഹീമോഫീലിയയുള്ള അച്ഛനും ജനിക്കുന്ന പെൺമക്കൾ എല്ലാം രോഗവാഹകരാകും. എന്നാൽ ആൺമക്കൾക്ക് രോഗമുണ്ടാകാറില്ല. ഓരോ കുടുംബത്തിന്റെയും കുടുംബ ചരിത്രം മനസ്സിലാക്കി ഭാവി തലമുറയിലെ രോഗസാധ്യത മുൻകൂട്ടി തിരിച്ചറിയുന്നത് രോഗനിയന്ത്രണത്തിന് സഹായകമാകും. ഇനി ഹീമോഫീലിയയുടെ ചികിത്സാ രീതി എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകത്തെ ശരീരത്തിൽ എത്തിക്കുക എന്നതാണ് മുഖ്യമായ ചികിത്സാ മാർഗം. ഇതിനായി ഫാക്ടർ കോൺസെൻട്രേറ്റുകൾ ഞരമ്പിലൂടെ നൽകുന്നു. രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ജീവിതശൈലിയിൽ ഉൾപ്പെടെ ക്രമീകരണങ്ങളും പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കുക എന്നതാണ് മറ്റൊരു വശം. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി എന്നീ വാക്സിനേഷനുകൾ സ്വീകരിക്കുക, രക്തസ്രാവം നേരത്തെ തന്നെ ചികിത്സാ വിധേയമാക്കുക, വ്യായാമം ചെയ്യുക, ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുക, സന്ധികളെ സംരക്ഷിക്കുക, രക്തത്തിലൂടെയുള്ള അണുബാധയുണ്ടോ എന്നിവ പരിശോധിക്കുക എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ഹീമോഫീലിയ ചികിത്സയുടെ ഒരു പുതിയ മേഖലയാണ് ജീൻ തെറാപ്പി. താരതമ്യേന പുതിയ ചികിത്സാരീതി ദീർഘകാല ചികിത്സയിൽ ഒരു സുപ്രധാന ചുവടുവയ്പായിരിക്കും. ഹീമോഫീലിയ രോഗികൾക്ക് ആവശ്യമായ ചികിത്സ, മരുന്നുകൾ, ബോധവൽക്കരണം, സഹായം എന്നിവ നൽകുന്നതിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഹീമോഫീലിയ ഫെഡറേഷന്റെ ഇന്ത്യ ചാപ്റ്ററുകൾ. ഹീമോഫീലിയയുള്ളവർക്ക് ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനും രോഗത്തെക്കുറിച്ച് അവബോധം വളർത്താനും ഈ സംഘടന പ്രവർത്തിക്കുന്നു. ചികിത്സാ സൗകര്യങ്ങൾ, രോഗികൾക്ക് ആവശ്യമായ ഫാക്ടർ കോൺസെൻട്രേറ്റുകൾ, ചികിത്സ എന്നിവ ഈ സംഘടന ഉറപ്പാക്കുന്നു.
ബോധവൽക്കരണവും രോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും മാനസികവും സാമൂഹികവുമായ പിന്തുണ ഉറപ്പാക്കുന്നതുമാണ് മറ്റൊരു ലക്ഷ്യം. ഹീമോഫീലിയ സൊസൈറ്റി തിരുവനന്തപുരം ചാപ്റ്റർ പ്രസിഡന്റ് ശ്രീ ജിമ്മി മാനുവൽ. കേരളത്തിൽ ഇന്ന് ഏകദേശം 2200ഓളം ഹീമോഫീലിയ രോഗികൾ ഉള്ളതായിട്ടാണ് സർക്കാരിൻ്റെ കണക്കുകൾ നൽകുന്നത്. ഓരോ തവണ രക്തസ്രാവം ഉണ്ടാകുമ്പോഴും ഈ ഘടകത്തെ പുറത്തുനിന്ന് നൽകുക, അതിനെ ഫാക്ടർ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്നാണ് പറയുന്നത്. അതായത് സാധാരണ രോഗമില്ലാത്ത വ്യക്തികളിൽ നിന്നും ഈ ഘടകം വേർതിരിച്ചെടുക്കുകയും അതിനെ ഇഞ്ചക്ഷൻ രൂപത്തിലൂടെ രോഗികൾക്ക് നൽകി അവരുടെ ശരീരത്തിൽ ഈ ഘടകത്തിൻ്റെ അളവ് കൂട്ടുകയും അതുവഴി രക്തസ്രാവം പിടിച്ചു നിർത്തുകയും ചെയ്യുന്ന ചികിത്സാ രീതിയാണ് ഫാക്ടർ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. അതുപോലെ തന്നെ ഹീമോഫീലിയയുടെ ഒരു പുതിയ ചികിത്സാ രീതിയാണ് എമുസിസമാബ് എന്ന ഇഞ്ചക്ഷൻ. വളരെ ചിലവേറിയ ഒരു ഇഞ്ചക്ഷനാണ്. ഈ ഇഞ്ചക്ഷൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ മാസത്തിൽ ഒരു തവണ ഈ ഇഞ്ചക്ഷൻ എടുത്താൽ മതി. ഒരു തവണ എടുത്തു കഴിഞ്ഞാൽ ആ മാസം രോഗികൾക്ക് രക്തസ്രാവം ഉണ്ടാകുന്നില്ല. കേരളത്തിൽ ഏകദേശം 550ഓളം രോഗികൾക്ക് ഇന്ന് ഈ ചികിത്സ സൗജന്യമായി നൽകി വരുന്നു. 18 വയസ്സ് വരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും സൗജന്യമായിട്ട് ഈ ഇഞ്ചക്ഷൻ നൽകി വരുന്നു. അതുമൂലം അവർക്ക് വിദ്യാഭ്യാസം മുടങ്ങാതെ നല്ല രീതിയിൽ ഒരു ഭാവി പടുത്തുയർത്താനായിട്ട് ഈ ഇഞ്ചക്ഷൻ മുഖേന സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടുത്ത ബ്ലീഡിംഗ് ഉള്ള രോഗികൾക്കും അതുപോലെ വൈറ്റൽ ഓർഗൻസിൽ ബ്ലീഡിംഗ് ഉള്ള, അതായത് ഇൻട്രാക്രേനിയൽ ബ്ലീഡിംഗ്, സോയാസ് ബ്ലീഡിംഗ്, GI ബ്ലീഡിംഗ് തുടങ്ങി കടുത്ത ബ്ലീഡിംഗ് മൂലം ബുദ്ധിമുട്ടുന്ന രോഗികൾക്കും ഈ ഇഞ്ചക്ഷൻ ഇന്ന് സൗജന്യമായി നൽകി വരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് ഇത്രയധികം രോഗികൾക്ക് ഇത്ര ചിലവേറിയ ഒരു ചികിത്സ നൽകി വരുന്നത്. അതുമൂലം അവരുടെ ജീവിതം വളരെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേൾഡ് ഫെഡറേഷൻ്റെ സഹായത്തോടുകൂടി ഈ ഫാക്ടേഴ്സ് ഓരോ ചാപ്റ്റേഴ്സിന് കീഴിലുള്ള ചികിത്സാ കേന്ദ്രങ്ങളിൽ ഈ മരുന്ന് എത്താറുണ്ട്. ആ മരുന്ന് രോഗികൾക്ക് സൗജന്യമായിട്ട് നൽകുക, അതുപോലെ ഫിസിയോതെറാപ്പി, കൗൺസിലിംഗ് സെൻറ്റേഴ്സ് തുടങ്ങിയവ അവർക്ക് വേണ്ടി ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ചാപ്റ്റേഴ്സ് ചെയ്തു വരുന്നത്. ശരിയായ അവബോധവും അറിവും മാനസിക പിന്തുണയുമാണ് ഹീമോഫീലിയയെ നേരിടാനുള്ള മാർഗമെന്ന്, ഒപ്പം ഇക്കാര്യത്തിൽ സർക്കാരുകളുടെ പിന്തുണയും ആവശ്യമാണെന്ന് രോഗത്തിന്റെ ദുരിതം പേറുന്ന വ്യക്തി കൂടിയായ തിരുവനന്തപുരം സ്വദേശി ശ്രീ സജീവ് കുമാർ. എൻ്റെ പേര് സജീവ് കുമാർ. ഞാനൊരു സിവിയർ ഹീമോഫീലിയ പേഷ്യൻ്റാണ്. സ്ഥിരമായി കൈകാൽ മുട്ടുകൾ ഉൾപ്പെടെയുള്ള ജോയിൻസുകളിൽ ഉണ്ടാകുന്ന അതികഠിനമായ വേദനയോട് കൂടിയുള്ള നീരുകൾ, ആന്തരിക അവയവങ്ങളിൽ ഉണ്ടാകുന്ന രക്തസ്രാവം, തലയ്ക്കുള്ളിൽ ഉണ്ടാകുന്ന രക്തസ്രാവം, ഇതുപോലെയുള്ള കാരണങ്ങളാൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് എന്നെപ്പോലെയുള്ള ഹീമോഫീലിയ രോഗികൾ. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പുതിയ മെഡിസിനായ എമിസ്മാവ് പ്രൊഫലാക്സിസ് ആയി ലഭിച്ചു തുടങ്ങിയത് മുതൽ കുട്ടികൾ നോർമൽ ലെവലിലോട്ട് വരുന്നുണ്ടെങ്കിലും മുതിർന്ന പേഷ്യൻസിന് വളരെ കുറച്ച് ആൾക്കാർക്കാണ് പ്രൊഫലാക്സിസ് ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നുള്ളൂ. വളരെ ചിലവേറിയ ട്രീറ്റ്മെൻറ്റ് ആയതിനാൽ ഇനിയും ഒരുപാട് പേർക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ലഭിക്കാനുണ്ട്. ജോയിൻസുകളിൽ ഉണ്ടാകുന്ന രക്തസ്രാവം മൂലമുള്ള നീരുകൾ കാരണം എൻ്റെ ജോയിൻറ്റുകളിൽ ആർത്രൈറ്റിസ് ബാധിക്കുകയും 2 കാൽ മുട്ടുകൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വലിയ ചികിത്സാ ചിലവ് കാരണം പലർക്കും സർജറി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കിടപ്പ് രോഗികളായി മാറിക്കൊണ്ട് ഇരിക്കുകയാണ്. ഹീമോഫീലിയ രോഗികളെ ഡിസബിലിറ്റി കാറ്റഗറിയിൽ ഉൾപ്പെടുത്താത്തത് കാരണം പലർക്കും ഗവൺമെൻറ് ജോലി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള ഹീമോഫീലിയ ബാധിതരുടെ വലിയൊരു വിഭാഗത്തിനും ഇതുവരെ രോഗനിർണയം നടത്തിയിട്ടില്ലെന്ന് WFH കണക്കാക്കുന്നു. ഇതിനർത്ഥം ലോകമെമ്പാടുമുള്ള രക്തസ്രാവ വൈകല്യമുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇപ്പോഴും അടിസ്ഥാന പരിചരണം ലഭ്യമല്ല എന്നാണ്. ഇതിനൊരു മാറ്റം വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് രോഗനിർണയത്തിന് പ്രാധാന്യം നൽകി ഇത്തവണ ലോക ഹീമോഫീലിയ ദിനം ആചരിക്കുന്നത്. ഹീമോഫീലിയയെക്കുറിച്ച് അറിയുന്നതിനും അത് നേരിടുന്നതിനും നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, അവതരണം ലിൻസ സെറാജ്. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.